നിയമങ്ങൾ പാലിക്കാത്തതും ഒരു കിബിറാണ് സഹോദരങ്ങളെ. എനിക്കതിന് കഴിയൂല എന്ന് പറഞ്ഞാൽ അത് വലിയ കിബിറാണ്. ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു വലത്തെ കൈ കൊണ്ട് കുടിക്കണം. കുടിക്കേണ്ടേ വലത്തെ കൈ കൊണ്ട് തന്നെ അല്ലേ? കടിക്കേണ്ടതും വലത്തെ കൈ കൊണ്ടാണ്. അപ്പൊ ചായം കടി ഒരുമിച്ച് കിട്ടിയാലോ ഒന്ന് ഇടത്തെ കൈ കൊണ്ടൊന്നും വലത്തെ കൈ കൊണ്ടാക്കാൻ പാടില്ല. അങ്ങനെയാണ് ചിലപ്പോ ചില ശീലം. വൈകുന്നേരമൊക്കെ നോക്കിയാൽ വലത്തെ കയ്യിൽ ചായ, ഇടത്തെ കയ്യിൽ കടി, അങ്ങനെ വരാൻ പാടില്ല. രണ്ടും വലത്തെ കൈ കൊണ്ട് തന്നെ. ഒരു പാത്രം ഉണ്ടല്ലോ മുന്നിൽ, വലത്തെ കൈ കൊണ്ട് ചായ ഒന്ന് കുടിച്ച് അവിടെ വെച്ച് വലത്തെ കൈ കൊണ്ട് തന്നെ കടിയെടുത്ത് കഴിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വെള്ളം കുടിക്കേണ്ടത് വലത് കൈ കൊണ്ട് തന്നെയാണ്, ഇടത്തെ കൈ കൊണ്ടല്ല. അതൊരു മുസ്ലിമിന്റെ സംസ്കാരമല്ല. കുടിക്കേണ്ടതും ഭുജിക്കേണ്ടതും രണ്ടും വലത്തെ കൈ കൊണ്ടാണ്. ക്ലാസ്സിൽ വല്ല അസ്പർശ്യതയാകുന്നാണോ? നാ കയ്യൊന്നിങ്ങനെ വടിച്ചേക്ക് നാവിന്റെ തുമ്പിൽ വെച്ചിട്ട്, നാ അതിന്റെ അസ്പർശ്യതകളെ നീങ്ങിയിട്ട് ക്ലാസ് പിടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകൂല. നല്ല തെളിച്ചുള്ള ക്ലാസ് തന്നെയാണ്. അതിലെന്റെ മേലൊക്കെ വേറൊന്നും ആയിട്ടില്ല, ധാന്യങ്ങളും ആയിട്ടില്ല, പിന്നെ കറിയും ആയിട്ടില്ല, മീനും ആയിട്ടില്ല, ഇറച്ചി ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. നല്ല വൃത്തിയുണ്ട്. പിടിച്ച് കുടിക്കേണ്ടത് വലത്തെ കൈ കൊണ്ട് തന്നെയാണ്. ഇടത്തെ കൈ കൊണ്ട് കുടിക്കുന്ന ആളോട് വലത്തെ കൈ കൊണ്ട് കുടിക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു മസ്തത്താഴ്ത്തു എന്ന് പറഞ്ഞു. എനിക്ക് സാധിക്കൂല. നിങ്ങളെ ഭാഷയിൽ എന്താ പറയാൻ എനിക്കറിയില്ല. ബാപ്പയും ഉമ്മയും ഒരു കാര്യം പറയുമ്പോ എനിക്ക് സാധിക്കൂല എന്നുള്ള വാക്ക് അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. അങ്ങനെ പറയരുത്. കഴിഞ്ഞിട്ടും ഒരു കാര്യം കഴിയൂല എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താ? കിബറാണ്. ഒരു സംഗതിക്ക് കഴിയും, മോനെ നീ ഇങ്ങനെ ചെയ്യ്. ഇപ്പൊ നമ്മളെ മറുപടി നിനക്കുണ്ടാവില്ല, എനിക്ക് കഴിയൂല. ആ വാക്കിന്റെ അർത്ഥം എന്താ? കഴിഞ്ഞിട്ടും കഴിയുന്ന ഒരു കാര്യത്തെ പറ്റി എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് കിബ്റാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞു ലസ്തതഅത, എന്നാ പിന്നെ നിനക്ക് കഴിയണ്ടെന്ന് പറഞ്ഞു. പിന്നെ മരണം വരെ അയാൾ വലത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ചിട്ടില്ല. മാ മനാഹു ഇല്ലൽ കിബ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത് ആ മനുഷ്യന് വലത്തെ കൈയിന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, സാധിക്കൂല എന്ന് പറഞ്ഞത് കിബ്ർ കൊണ്ടാണ്. അപ്പൊ ആ നിയമം അംഗീകരിക്കാൻ കഴിയൂല എന്നുള്ളതല്ലേ? അതാണ് കിബ്ർ. വലത്തെ കൈ കൊണ്ട് കുടിക്കണം എന്ന നിയമം അംഗീകരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന കിബ്ർ അതുണ്ടാകരുത്. നിയമം അംഗീകരിക്കുന്നതാണ് വലിയ വിനയം. അതുകൊണ്ടാ സഹോദരങ്ങളെ ഖുർആനില്ല ഒരു ഉണർത്തൽ നമ്മോട് ഉണർത്തിയത്.